ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം എല്ലാവർക്കും. ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ് യൂട്യൂബിൽ. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും കൂട്ടുകാരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ കേസുമായി പരുമരയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ്. ആ ഹോസ്പിറ്റലിന് മുൻപിലായിട്ട് വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയ ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും ഒക്കെ ഉണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറുന്നിടത്താണ് ഈ എക്സിബിഷൻ സെൻറ്ററും ക്രിസ്മസ് ഡേയുടെ സംബന്ധിച്ച് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു അവിടുത്തെ എക്സിബിഷനും കാര്യങ്ങളും. വലിയ പറയത്തക്ക വലിയ ഒരു എക്സിബിഷൻ അല്ല എന്നെങ്കിലും വളരെ തിരക്കേടില്ലാത്ത ഒരു എക്സിബിഷനായിരുന്നു. ഒട്ടനവധി സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനും കാണാനും എടുക്കാനും കുട്ടികൾക്ക് വേണ്ടുന്ന ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫാമിലിയും എൻ്റെ 2 മക്കളും കൂടി ഒരു ഗെയിം എക്സിബിഷനിൽ വന്നതാണ്. അവിടെ അവർ വളരെ അധികം ഹാപ്പി ആയിരുന്നു. ഒരു വിധപ്പെട്ട 1-2 ഗെയിമിൽ അവർ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിലൊന്നാണ് ഇപ്പോൾ കാണുന്നത് റിംഗ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ നമുക്ക് പറ്റും. റിംഗ് ടോസ് എന്നാണ്. ആ റിംഗ് ടോസിൽ മകളായ അഗു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. കാണാം. ആദ്യത്തേത് അവിടെ മിസ്സായി, രണ്ടാമത്തെ പിങ്ക് വീണിരിക്കുന്നു, അടുത്തത് മിസ്സായി പിങ്ക്, അടുത്ത യെല്ലോ അതും മിസ്സായി, പിന്നെ ഒരു ഗ്രീനാണ് വീണിരിക്കുന്നത്. അപ്പോൾ 2 റിങ് വീണത് കൊണ്ട് അവൾക്ക് 10 പോയിൻ്റ് കിട്ടി. ഒരു റിങ് വീഴുന്നതിന് 5 പോയിൻ്റാണ് അവൾക്ക് കിട്ടിയത്. അവൾ വളരെയധികം ഹാപ്പി ആയിരുന്നു, സന്തോഷവതിയായിരുന്നു. അപ്പോൾ അടുത്ത കാണുന്നത് മാധവ് കുട്ടൻ എന്നാണ് ഞങ്ങൾ വീട്ടിൽ ഓമനപ്പേരായി വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ ആ ബാസ്ക്കറ്റിൽ ബോൾ വീഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബോൾ വീഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ അവന് 10 പോയിൻ്റ് കിട്ടും. അങ്ങനെ 5 തവണ വീഴുകയാണെന്നുണ്ടെങ്കിൽ 50 പോയിൻ്റ് കിട്ടും. 50 പോയിൻ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവന് പ്രൈസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവൻ ആകപ്പാട് വീഴ്ത്തിയത് ഒരെണ്ണേ വീഴ്ത്തിയുള്ളൂ. അടുത്തത് അഗുവിനൊരു ചാൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 50 രൂപ കൊടുത്ത് അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 50 രൂപയാണ് ടിക്കറ്റ്. 5 ഗെയിമിന് 50 രൂപ, ഒരു ഗെയിമിന് 10 രൂപ നിരക്കിട്ട് 5 ഗെയിമിന് 50 രൂപ. അപ്പോൾ പുള്ളിക്കാരി വീഴ്ത്തുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾ കാണുന്നില്ല, വളരെ മനോഹരമായി അവൾ വീഴ്ത്തി. മിസ്സായി, ജസ്റ്റ് മിസ്സായി. അടുത്തത് ഫ്രീയാണ്. കിട്ടി ഹാപ്പി. അപ്പോൾ അവിടെ ഏകദേശം 5 എണ്ണം വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പോയിന്റ് കിട്ടി. അടുത്തത് ഗോൾഫാണ്. ഗോൾഫ് കളിക്കുന്നു. ഇതൊരു ഗെയിം പരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതല്ല, അതിൻ്റെ ഒരു കൗതുകം കണ്ടിട്ട് അവിടെ നിന്ന് ഒരു സുഹൃത്ത് കൊടുത്തതാണ്. അപ്പോൾ അവളത് വളരെ മനോഹരമായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ 2 ടോം ആൻഡ് ജെറീസിൻ്റെയും ഗെയിം വളരെ മനോഹരമായി പുരോഗമിക്കുകയാണ്. ഇതൊരു ചെറിയൊരു ഹാൻഡ് ബോൾ ത്രോയിങ് ഗെയിമാണ്. ഇതിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗെയിം അവരുടെ ഒരു ലിമിറ്റ് തീർന്നുപോയി. അപ്പോൾ ഗേസ് അത് കാരണമാണ് അവർക്ക് ഈ ഗെയിമിൽ കളിക്കാൻ പറ്റാത്തത്. പക്ഷേ അഗു വേറൊരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. ഒരു ഹാങ്ങിങ് ബോൾ, ചെറിയൊരു ടെന്നീസ് ബോൾ, അത് ഇങ്ങനെ ത്രോ ചെയ്യുകയല്ല വേണ്ടത്, ജസ്റ്റ് അത് കയ്യിൽ നിന്ന് ജസ്റ്റ് റിലീഫ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ അഗു പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ ഭംഗിയായി അവൾ
ഗെയിം കളിക്കുന്നു. ഓരോ പോയിന്റും അവൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അവളുടെ ഈ ഗെയിമിൽ എനിക്ക് തോന്നുന്നു അവിടെ 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ട് അവിടുന്ന് ഏകദേശം 5 ബോർഡ് കറക്റ്റായിട്ട് അവർക്ക് പൊളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അബുവിന് 50 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മൊത്തം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 പോയിന്റ് കിട്ടി. അപ്പോൾ അത് നമുക്ക് ഏറ്റവും അവസാനം കൊണ്ടത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് പ്രൈസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വളരെ ഞങ്ങളുടെ ഒരു കുഞ്ഞി ചാനലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം വേണ്ട ഇതുപോലെ കൗതുകരമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വളരെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.